കനത്ത തോൽവിക്ക് പിന്നാലെ കേരള കോൺഗ്രസ് എമ്മിൽ ഉൾപാർട്ടി സംഘർഷം അതിരൂക്ഷമാണ്. മുന്നണി മാറ്റത്തോട് സഹകരിക്കാതിരുന്ന റോഷി അഗസ്റ്റിനാണ് തിരിച്ചടി ഉത്തരവാദിത്തം എന്താണ്? അങ്ങനെ ഒരു തുറന്നു പറച്ചിലാണ് ജയകൃഷ്ണൻ പുതിയിടത്ത് നടക്കുന്നത്. ജയകൃഷ്ണൻ പുതിയിടത്തിനെ പുറത്താക്കുകയാണ്. മുന്നറിയിപ്പ് നൽകിയിട്ടും അച്ചടക്ക ലംഘനം തുടർന്നു എന്ന് നടപടിക്കുറിപ്പിൽ പറയുന്നു. കനത്ത തിരിച്ചടി ചർച്ച ചെയ്യാൻ കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരാനുള്ള തീരുമാനം, വേഗത്തിൽ ചേരാനുള്ള തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. 9-നായിരിക്കും യോഗം. ജെയിനസ് രാജുണ്ട്, ഒപ്പം ബിനിലും വിവരങ്ങളുമുണ്ട്. ബിനിൽ, ഇപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സംഭൂജ്യരായതിനെ കുറിച്ച് കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതികരണം എന്താണ്? രതീഷ്, വലിയ ഞെട്ടിപ്പിക്കുന്ന തോൽവിയാണ് കേരള കോൺഗ്രസ് എമ്മിന് സംഭവിച്ചിരിക്കുന്നത്. നിയമസഭയിൽ ഒരു അംഗം പോലും ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയേണ്ടി വരും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരുടെ ചിഹ്നമായ 2 അടക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് അവർ എത്തുകയാണ്. അതായത് സംസ്ഥാന പാർട്ടി എന്ന അംഗീകാരം പോലും പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പരിതാപകരമായ ഒരു സാഹചര്യം. അപ്പോൾ ആ തോൽവിയെക്കുറിച്ച് പഠിക്കാൻ ഇപ്പോൾ ജോസ് കെ മാണിയും കൂട്ടരും 9-ന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. കാരണം ഈ പാർട്ടിയിലെ MLA-മാരായിരുന്നവരുണ്ട്, MLA-മാരായിരുന്നവരടക്കം തോറ്റുപോയിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ പാർട്ടി UDF-ലേക്ക് പോകാനുള്ള ചർച്ച ഒരു ഘട്ടത്തിൽ വലിയ സജീവമായി നടന്നിരുന്നു. അപ്പോൾ അതിന് പാർട്ടിയിലെ ഒരു വലിയ വിഭാഗം അതിനെ അനുകൂലിക്കുകയും ചെയ്തിരുന്നു. അവരുടെ ഇനിയുള്ള നീക്കങ്ങൾ എന്ത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് പാർട്ടി ഇത്തരത്തിൽ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ. അതുകൊണ്ടാണ് വേഗത്തിൽ തന്നെ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കാൻ പാർട്ടി നേതൃത്വം തീരുമാനിക്കുകയും 9-ാം തീയതി കോട്ടയത്ത് വെച്ച് രാവിലെ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരാനും തീരുമാനിച്ചിരിക്കുന്നത്. ആ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം തോൽവിയുടെ കാര്യകാരണങ്ങൾ പഠിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങി മുന്നോട്ട് പോകുമെന്നാണ് സ്റ്റീഫൻ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ആ പാർട്ടിയിൽ ഉടലെടുത്തിരിക്കുന്നത് ചെറുതല്ലാത്ത പ്രശ്നമാണ്. നേരത്തെ ഉണ്ടായിരുന്നത് പോലെയല്ല സാഹചര്യം. കാരണം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് അവർക്ക് 7 MLA-മാർ ഇപ്പോഴുണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗമായി നിന്നവരോട് തങ്ങളുടെ പാർട്ടിയിലേക്ക് സ്വാഗതം എന്ന് പറയുന്നു. ഇന്നലെ PJ ജോസഫ് പറഞ്ഞത് ജോസ് കെ മാണിക്ക് തെറ്റിതിരുത്തി പാർട്ടിയിലേക്ക് വരാമെന്നതാണ്. അതായത് ബ്രാക്കറ്റില്ലാത്ത കേരള കോൺഗ്രസിലേക്ക് ജോസ് കെ മാണിയെ ക്ഷണിക്കുകയാണ് PJ ജോസഫ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇന്ന് PC തോമസും സമാനമായ രീതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. അപ്പോൾ സ്വാഭാവികമായും ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്നു. പാർട്ടി അമ്പാടെ തോറ്റു പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇനി എന്ത്? അതാണ് ആ പാർട്ടിക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ഇത് വലിയ തർക്കങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് UDF-ലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചിരുന്ന നേതാക്കൾ അവർ ഈ 9-ാം തീയതിയിലെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ എന്ത് നിലപാടെടുക്കും? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജെയിനസ് രാജുകൂടി, ജെയിൻ, ഇപ്പോൾ ഈ റോഷി അഗസ്റ്റിനാണ് UDF-ലേക്ക് പോകാനുള്ള നീക്കത്തെ പൊളിച്ചു കളഞ്ഞത് എന്നൊരു വാർത്ത നേരത്തെ തന്നെ വന്നിരുന്നതാണ്. റോഷി അഗസ്റ്റിന്റെ താല്പര്യം പാർട്ടി പിളരും, അങ്ങനെ ഒരു പ്രതിസന്ധി. ആ സാഹചര്യത്തിൽ ജോസ് കെ മാണി വഴങ്ങുകയായിരുന്നു എന്നുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഏത് നിലയാണ് ആ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത്? എന്തുകൊണ്ടാണ് റോഷി അഗസ്റ്റിന് എതിരെ നിലപാടെടുക്കുന്ന ആളെ ഉൾപ്പെടെ പുറത്താക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്? രതീഷ്, പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് നേരത്തെ തന്നെ അത്തരം ഒരു നിലപാട് തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസിലെ 2 MLA-മാർ അത്തരമൊരു നിലപാട് നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു. ജോസ് കെ മാണിക്കും സമാനമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു UDF-ലേക്ക് ചേക്കേറുക എന്നുള്ളതായിരുന്നു. പക്ഷേ റോഷി അഗസ്റ്റിൻ സ്വീകരിച്ച നിലപാടാണ് അന്ന് അതിന് തിരിച്ചടിയായത്. ഇപ്പോൾ ജയകൃഷ്ണൻ പുതിയിടത്ത്, അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. അദ്ദേഹമാണ് ഇത്തരത്തിൽ വലിയ കടന്നാക്രമണം റോഷിക്കെതിരെ നടത്തിയിരിക്കുന്നത്. പാലായിലടക്കം അത്തരമൊരു വികാരം റോഷിക്കെതിരെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ജയകൃഷ്ണൻ പുതിയിടത്ത് ശക്തമായ ആക്ഷേപങ്ങളാണ് ഇദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്നത്, റോഷി അഗസ്റ്റിനെതിരെ. അതായത് പ്രമോദ് നാരായണനാണ്, അതായത് ഇത്തരത്തിൽ UDF-മായി ജോസ് കെ മാണി ഒരു ചർച്ച നടത്തുന്നു എന്ന നിലയിലുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് പ്രമോദ് നാരായണനാണ്. ആ വിവരം അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി റോഷി അഗസ്റ്റിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നതടക്കമുള്ള ആക്ഷേപങ്ങളാണ് ഈ ജയകൃഷ്ണൻ പുതിയിടത്ത് ഉന്നയിക്കുന്നത്. എന്തായാലും അത് ആ പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ജയകൃഷ്ണൻ പുതിയിടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗത്തെ ജില്ലാ പ്രസിഡന്റ് പുറത്താക്കുക എന്ന സമീപനം എത്രത്തോളം നിയമപരമാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷെ എന്തായാലും ജയകൃഷ്ണൻ പുതിയിടത്ത് എന്തായാലും ഇനി കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ഉൾപാർട്ടി സംഘർഷം അതിരൂക്ഷമാകണം. ഒറ്റ സീറ്റിൽ പോലും ജയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൽ വലിയ രൂക്ഷമായ ഭിന്നത ഉണ്ടാകുന്നത്. അതിൻ്റെ തുടക്കം എന്ന നിലയിൽ വേണം ഈ നടപടിയെ ഉൾപ്പെടെ കാണാൻ. ബില്ലും ജെനിസ് രാജുവാണ് ആ വിവരങ്ങൾ നൽകിയത്.